അന്ന് ആ IPS ക്യാമ്പിലെ നമ്പർ 1 കേഡറ്റ് ഈ മാഡം ആയിരുന്നു. ഞങ്ങളെല്ലാവരും ഈ മാഡത്തിന്റെ സ്പെഷ്യൽ ലെക്ചർ കേട്ടിട്ടുണ്ട്. അന്ന് പക്ഷേ നേരിട്ട് പരിചയപ്പെടാൻ പറ്റിയില്ല. ദുർഗ IPS ഓ? ഞാനോ? സാർ എന്തൊക്കെയാ പറയുന്നേ? ഞാൻ IPS ഓ? ഞാനെങ്ങനെ IPS ആവാനാ? സാറ് വേറെ ആരുമാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടാ സംസാരിക്കുന്നത്. സത്യം പറഞ്ഞ ഈ ഡെറാഡൂൺ എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. അല്ലേ? അതെ. മാഡത്തിന്റെ പേരെന്താ? എന്റെ പേര് ദുർഗ. ഓ സോറി മാഡം, ഞാൻ പറഞ്ഞ IPS ഓഫീസറുടെ പേര് ലക്ഷ്മി എന്നാ. അങ്ങനെ ശരിക്കും മാഡത്തിന് ലക്ഷ്മി മാഡത്തിന്റെ നല്ല ഷേപ്പ് ഉണ്ട്. അതുകൊണ്ടായിരിക്കും സാർ. അതാ ഞാൻ തെറ്റിദ്ധരിച്ചത്. അത് ചിലപ്പോ ഒരാളെ പോലെ 7 പേരുണ്ടാവുമെന്ന് പറയാറില്ലേ, അതിലൊരാളായിരിക്കും ഇത്. അതാ ഞാനും ഓർത്തെ, ഇവളെങ്ങനെ പോലീസ് ആവാനാ? അതോ IPS? രക്ഷപ്പെട്ടു. സാറേ, ഇവളുടെ അമ്മ ഒരു പോലീസുകാരിയായിരുന്നു. സാധാ പോലീസുകാരി, IPS ഒന്നും അല്ല. അതിനുശേഷം ആ കുടുംബത്തിൽ കാക്കി വേഷം കേറ്റിയിട്ടേ ഇല്ല. അതെ, ഒരു പാറ്റയെ കണ്ട പേടിച്ചോടുന്ന ആളാ ഇവള്. ഇവളെങ്ങനെ IPS ആവാനാ? പിന്നെ പഠിച്ചത് കൂടി പോയതുകൊണ്ട് ഇവിടെ ഒന്നും അഡ്മിഷൻ കിട്ടാതെ ഏതോ കാട്ടുമുക്കിലെ കോളേജിലാ പഠിച്ചത് തന്നെ. എന്നിട്ടിപ്പോ സ്കൂളിലെ ടീച്ചറായിട്ട് നടക്കുന്നു. അഷിത, നിർത്തിക്കേ. നിന്നോടിപ്പോ ഇതൊക്കെ ഇവിടെ ആരെങ്കിലും പറയാൻ പറഞ്ഞോ? താരയാണല്ലോ മോശം. ഇന്റർവ്യൂവിന്റെ കാര്യം ചോദിക്കാൻ വിളിക്കുന്നതായിരിക്കും. ഇനി എന്ത് പറയും? ഹലോ മാഡം. എന്താ യഷിത, പെൻഡ്രൈവിന്റെ കാര്യം? ഇല്ല മാഡം, അതിന് പറ്റിയ സിറ്റുവേഷൻ നോക്കുവോ ഞാൻ. പൂർണിമേച്ചി അത് എവിടെയോ സേഫ് ആയിട്ട് വെച്ചിരിക്കാന്നാ തോന്നുന്നു. എന്താ അഷിത ഇത്? നമ്മുടെ മുന്നിൽ സമയം വളരെ കുറവാണ്. പൂർണിമ ആ ന്യൂസ് ടെലികാസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കത് കിട്ടണം. അതൊക്കെ എനിക്ക് അറിയാം, പക്ഷെ ഇതെങ്ങനെ കണ്ടെത്തുമെന്ന് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. ഒരു എക്സ്ക്യൂസും എനിക്ക് കേൾക്കണ്ട. എങ്ങനെയായാലും ഇന്ന് രാത്രിക്ക് മുമ്പ് എനിക്ക് ആ പെൻഡ്രൈവ് കിട്ടിയേ പറ്റൂ. അതിനേക്കാളൊക്കെ ഇമ്പോർട്ടന്റ്, പൂർണിമ ഇന്ന് ഓഫീസിലേക്ക് പോകാൻ പാടില്ല എന്നതാ. പൂർണിമ ചെന്നാൽ മാത്രമേ ആ തെളിവുകൾ ടെലികാസ്റ്റ് ചെയ്യൂ. എനിക്ക് മനസ്സിലായി. ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം. നീ കൂടുതൽ ആലോചിച്ച് ടെൻഷൻ ആവണ്ട. ഞാനൊരു ഐഡിയ പറയാം. എന്താ ഐഡിയ? സംഗതിയൊക്കെ കൊള്ളാം, പക്ഷെ ഇതൊക്കെ നടക്കുമെന്നറിയില്ല. ഞാൻ എന്തായാലും ട്രൈ ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്. നീ എന്ത് വേണേലും ചെയ്തോ, പക്ഷെ ഇന്ന് വേണ്ട. ഇന്നൊരു ദിവസം വീട്ടിലിരുന്ന് റെസ്റ്റ് എടുക്ക്. അയ്യോ ഇല്ല ചെറിയമ്മേ, ഈ കാര്യം നാളത്തേക്ക് മാറ്റിവെച്ച ശരിയാവില്ല.
എന്താ പൂർണിമ ഇത്? നിന്നോട് ആ ന്യൂസ് കൊടുക്കണ്ടെന്നല്ലല്ലോ ഞാൻ പറഞ്ഞത്. ഇന്ന് വേണ്ടെന്നല്ലേ പറഞ്ഞത്? ഇന്നത്തെ ശകുനം ശരിയല്ല, അതുകൊണ്ടാ ഞാൻ അങ്ങനെ പറഞ്ഞത്. അതുപോലെ നീ അനുസരിക്കില്ലേ പൂർണിമേ? അയ്യോ അത് അതോ നിന്റെ കാര്യത്തിൽ ഇത്രയും പോലും പറയാനുള്ള അധികാരം എനിക്കില്ലെന്നാണോ? അയ്യോ അങ്ങനെയൊന്നും അല്ല ചെറിയമ്മ. ചെറിയമ്മ എനിക്കെന്റെ അമ്മയെ പോലെയല്ലേ. പിന്നെന്താ ഞാൻ പറഞ്ഞിട്ട് കേക്കാത്തത്? ഈ വീട്ടിലേക്ക് ഞാൻ ആദ്യമായിട്ട് വരുമ്പോ നീ കൊച്ചുകുട്ടിയാ. അന്നൊക്കെ ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് നിന്റെ എല്ലാ കാര്യങ്ങളും നോക്കിയതും ഞാൻ തന്നെയായിരുന്നു. ഇപ്പോഴും എന്റെ മനസ്സിൽ നീ എന്റെ മൂത്ത മോളാ. അതുകൊണ്ടാ ഞാനീ പറയുന്നത്. നീ ഇന്ന് ഒരിടത്തും പോകണ്ട മോളെ. ചെറിയമ്മയ്ക്ക് പേടിയാ. അമ്മ ചേച്ചി വേണ്ട ചേച്ചി, ഇന്ന് പോണ്ട. ആ ശരി, ചെറിയമ്മ പറഞ്ഞോണ്ട് ഞാനിന്ന് ഓഫീസിൽ പോകുന്നില്ല. മതി മോളെ, ചെറിയമ്മയ്ക്ക് സന്തോഷമായി. മോള് റെസ്റ്റ് എടുക്ക്. കുറച്ചു സമയം പൂർണിമ റെസ്റ്റ് എടുക്കട്ടെ.